ഒരു പുഴുക്കുത്തോ ഇലയിലൊരു ഒരു തുളയോ ഒന്നുമില്ല. ഇതിന് ഞാൻ അടിച്ചു കൊടുക്കുന്ന നീം ഓയിൽ മിക്സ് മാത്രമാണ്. ഓർഗാനിക് ആയിട്ടുള്ള മരുന്നുകൾ മാത്രം ഉപയോഗിച്ചാണ് ഇവരെ ഞാൻ വളർത്തിയെടുക്കുന്നത്. പിന്നെ സ്ലറി ഒഴിച്ചു കൊടുക്കും. ഓർഗാനിക് സ്ലറിയാണ്, അത് നമ്മൾ ഉണ്ടാക്കി തന്നെയാണ് ഒഴിക്കുന്നത്. പിന്നെ ഉള്ളത് ചാണകപ്പൊടിയാണ്, പിന്നെ ഉള്ളത് ചാരം. സ്വന്തമായിട്ട് നട്ട് വളർത്തി ഉണ്ടാക്കി ഇന്ന് നമുക്കെല്ലാവർക്കും കഴിക്കുന്നത്. ഒരു പെസ്റ്റിസൈഡും അടിക്കാത്ത ഓർഗാനിക് വളം മാത്രം ഇട്ട് വെച്ച നല്ല ചീര. ഇന്നത്തെ ഒരു കറിക്ക് ഇത് ധാരാളമാണ്. ഇന്നത്തെ തോരനുള്ള സാധനം ഞങ്ങൾ ഇന്നലെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിന്ന് ചീരയാണ് പറിക്കുന്നത്. അപ്പോൾ ചീര മുറിക്കാനായിട്ട് വന്നാണ്. സ്വന്തമായിട്ട് വിത്ത് പാകി മുളപ്പിച്ച് എടുത്ത് ചീരയാണ്. അങ്ങനെ ഞാനും ചോക്കുട്ടിനും കൂടെ ഇതാണ്ട് ചീര മുറിക്കുക. പൊന്നു വായോ. ചീര നമ്മൾ എടുത്ത് കഴിഞ്ഞിട്ടില്ല. ഇത് ഇവിടെ ഇനിയുണ്ട്. ഇനി ഇതിനെയൊക്കെ നിർത്തിക്കഴിഞ്ഞാൽ മുറ്റിപ്പോവും. സോ ഇവിടുന്ന് തന്നെ ഇത്രയും ചീര കിട്ടി. ഇവിടെ 2 ചോട് ചീരയുണ്ട്, അതും കൂടെ ഇങ്ങ് എടുത്തേക്കാം. ഇത് നമ്മുടെ പയറിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഒരേ വളം തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇത് നല്ല റെഡിഷ് കളറാണ്, നല്ല റെഡാണ്. ഇത് എൻ്റെ ഈ ചീരയിൽ ഒരെണ്ണത്തിന് പോലും ഒരിലയ്ക്ക് പോലും പുഴുക്കുത്തോ ഒന്നുമില്ല. ഇത് ഞാൻ നീം ഓയിൽ മിക്സ് മാത്രം അടിക്കുന്നതാണ്. പക്ഷേ ആഴ്ചയിൽ ഒരു ദിവസം കമ്പൾസറി ആയിട്ട് അടിച്ചിരിക്കും. പിന്നെ ഇതിനെല്ലാം എനിക്കുള്ള എൻ്റെ കമ്പാനിയനാണ്. എന്തിനും ഏതിനും എൻ്റെ കുഞ്ഞെനിക്ക് കൂട്ടുണ്ട്. ഞങ്ങൾ 2 പേരും കൂടിയാണ് കൃഷി ചെയ്തത്.